ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവുപോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ആരെയാണ് നോക്കേണ്ടത് എന്ന് വിശുദ്ധ വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ലജ്ജിച്ചു പോകത്തില്ല. യേശു ക്രിസ്തു എല്ലാവരേക്കാൾ ഉന്നതനാണ്. ക്രിസ്തു മോശയേക്കാൾ ഉന്നതനെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിവരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. നാം വേറെ ആരെയും നോക്കിയാൽ ലജ്ജിച്ചു പോകേണ്ടി വരും. ഈ അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഇനി മാനവരാശിക്ക് രക്ഷപ്പെടാൻ ദൈവം വേറെ ഒരു നാമം തന്നിട്ടേയില്ല. ഒരേ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളവും യേശു അനുസരണമുള്ളവനായി തീർന്നു.
അതുകൊണ്ട് പറയാണ്, ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നിട്ട് പറയാണ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവൻ്റെ മുമ്പിൽ മടങ്ങും. സ്വർലോകരും ഭൂലോകരും അധോലോകരുടെയും മുഴങ്കാല യേശുവിന് മുമ്പിൽ മടങ്ങും. എന്നിട്ട് പറയാണ്, എല്ലാ നാവും പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യേശു കർത്താവ് എന്ന് പറയും. യേശുവിനെ നോക്ക്, ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുക. ദൈവവചനം പറയാം, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊരു മതമല്ല. യേശു സർവ മാനവ രാശിയുടെയും രക്ഷകനാണ്. ഇവിടെ ഈ അധ്യായം വിവരിക്കുന്നത് ക്രിസ്തു മോശയേക്കാൾ ഉന്നതനാണ്. ഞാനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാം, സകലരെക്കാളും ഉന്നതനാണ് യേശു. പിതാവാം ദൈവം അങ്ങനെയാണ് യേശുവിനെ നിർത്തിയിരിക്കുന്നത്. സകല ന്യായവിധിയും ഇനി യേശുവിൻ്റെ പക്കലായിരിക്കുന്നത്. ഇനിയും സ്വർലോകരും ഭൂലോകരും അധോലോകരും മുഴങ്കാൽ മടങ്ങുന്ന ആരുടെ മുമ്പിലാണ്? യേശുവിൻ്റെ നാമത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം യേശു ക്രിസ്തുവിനെ നോക്കണം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവിൻ. അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ആൾ. പിതാവിൻ്റെ ദൗത്യമായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആളാണ് അപ്പോസ്തോലൻ. അത് ആരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഇന്ന് നമ്മളെയും കർത്താവ് അപ്പോസ്തോലിക ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ യേശുവിനെ വെളിപ്പെടുത്താൻ യേശുവിനെ പിതാവ് അപ്പോസ്തോലനായി അയച്ചെങ്കിൽ നമ്മളെയും ഭൂമിയിൽ കർത്താവ് അപ്പോസ്തോലന്മാരാക്കി നിർത്തി. എന്നിട്ട് പറയാം, മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇനി വേറൊരു മഹാപുരോഹിതൻ നമുക്കായി ഇല്ല. നമുക്ക് വേണ്ടി യാഗമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. എന്നിട്ട് പറയാം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഇതാണ് നമ്മളിൽ കാണേണ്ട ഗുണം. എന്നിട്ട് പറയാണ്, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. യേശുവും അധികം മഹത്വത്തിന് യോഗ്യനാണ് യേശു. എന്നിട്ട് പറയാം, ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവനോ ദൈവം തന്നെ. എന്നിട്ട് പറയണം, അവൻ്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്ന് അരുളി ചെയ്യുവാനിരുന്ന് സാക്ഷ്യം പറയുന്ന വൃത്യനായിട്ടത്രേ. എന്നിട്ട് പറയാം, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായി തീർന്ന പുത്രനായിട്ട് തന്നെ. എന്നാൽ ക്രിസ്തു അങ്ങനെ ആ ഭവനത്തിന് അധികാരിയായി തീർന്ന പുത്രനാണ്. എന്നിട്ട് പറയണം, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ തന്നെ അവൻ്റെ ഭവനം ആകുന്നു. എന്നിട്ട് പറയണം, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ. പരിശുദ്ധാത്മാവ് എന്താണ് അരുളി ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കണം. ഈ യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. വചനമൊന്നും ഇനി വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി ഞാനും നിങ്ങളും കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ്. ഈ ശബ്ദം കേട്ട് ദൈവവചനം പറയാം, അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആടുകൾ അവനെ അനുസരിക്കുന്നു. അന്യൻ്റെ ശബ്ദം അറിയാൽ അന്യൻ്റെ പുറകെ പോകുന്നില്ല. ഇന്ന് നമുക്ക് യേശുവിൻ്റെ ശബ്ദം കേൾക്കാം, ദൈവവചനം കേൾക്കാം, അത് അനുസരിച്ച് ദൈവമക്കളായി. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടാൽ ഈ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ഇവിടെ പറയണം, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിരുന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടാൽ ആ ശബ്ദം കേൾക്കാൻ കഴിയാതെ പോകും. ആ ഇടയൻ്റെ നേർത്ത ശബ്ദം കേൾക്കാൻ കഴിയാതെ പോകും. നമുക്കിന്ന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കാം, ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കാം. നമുക്ക് യേശുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ പിതാവ് ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ഇന്നൊരു സഭയ്ക്ക് നമ്മളെ വിടുവിക്കാൻ കഴിയത്തില്ല. ഒരു മതത്തിനോ ഒരു പ്രത്യയ ശാസ്ത്രത്തിനോ എന്നെയും നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ല. എല്ലാവരേക്കാൾ ഉന്നതനെ ആയ ഒരുവനെ വിളിച്ചപേക്ഷിക്കണം, കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക്, സ്വർഗത്തിലേക്കുള്ള വിളിക്ക് ഓഹരിയാണ്. നമുക്ക് ഓഹരിയുള്ളവരാണ്. എന്നിട്ട് പറയാം, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കാം. നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ മുഖത്തോട്ടം നോക്കാം, പ്രാർത്ഥിക്കാം.
പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു മഹത്വം ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാർട്ട് സംബന്ധമായ ഏതോ വലിയൊരു വിഷയത്തിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽ അവർ യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവർ സൗഖ്യമാകട്ടെ, പാൻക്രിയാസ് സൗഖ്യമാകട്ടെ, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളുള്ള സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. അത് രോഗസൗഖ്യമായി ശരീരങ്ങളത് വ്യാപരിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനിയും ചെയ്യുകയുള്ളല്ലോ, തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ.